ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോം റെസിപ്പി വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ ആൽക്കഹോളിക് ഫ്രൂട്ട് ഷാമ്പയിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിയായുള്ള ഒരു ഷാമ്പയിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഈ ഒരു ഷാമ്പയിൻ്റെ റെസിപ്പി ഇഷ്ടമാകും. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കിയാലോ? അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കിയാലോ? ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ മെയിനായിട്ട് നമുക്കിതിന് വേണ്ടത് ആപ്പിൾ ജ്യൂസും പിന്നെ ഏതെങ്കിലും ഒരു നമ്മുടെ നാരങ്ങയുടെ ഫ്ലേവർ വരുന്ന ഒരു സ്പാർക്ക്ലിംഗ് ഡ്രിങ്കുമാണ് വേണ്ടത്. ഞാനിവിടെ സ്പ്രൈറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ആപ്പിൾ ജ്യൂസും എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള് ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. ഓറഞ്ച് ഇല്ലെങ്കിൽ മൂസമ്പി ആയാലും മതി, അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. നാരങ്ങ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ചധികം മിൻറ്റ് ലീഫ് വേണം. ഒരു കിവി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരിങ്ങ. ഇതിൻ്റെ അകത്ത് മുന്തിരിങ്ങയും കിവിയൊക്കെ ഓപ്ഷണലാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആപ്പിളും പിന്നെ ഓറഞ്ചും ഈ ഒരു നാരങ്ങയുടെ കഷ്ണങ്ങളുമാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒന്നും തൊലി കളയാതെ വേണം നമ്മളിവിടെ എടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ഒരു ഫ്രൂട്ട് ഷാമ്പയിനാക്കി മാറ്റാമെന്ന് നോക്കാം. നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറാണ് വേണ്ടത്. നല്ല ടൈറ്റായിട്ട് അടപ്പുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ ആപ്പിൾ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാത്തിനെയും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ആപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര്, പിന്നെ 1/2 കപ്പ് ഏതെങ്കിലും ഒരു ലെമൺ ഫ്ലേവേർഡ് സ്പാർക്ക്ലിംഗ് ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏകദേശം 1/2 കപ്പോളം ആ ഒരു സ്പ്രൈറ്റിന് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ മൂടി വെച്ചിട്ട് ഇതിനെ നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് ഷേക്ക് ചെയ്യാം. ഇനി ഇത് നേരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്കിതിനെ ഫ്രിഡ്ജ് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഓവർനൈറ്റ് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഞാനിവിടെ വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചാലും മതി. ഞാനിപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് 5 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഒരു ഫ്രൂട്ട് ഷാമ്പയിനാക്കി മാറ്റാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഒരു ഷാമ്പയിനകത്തിട്ടിരുന്ന ഫ്രൂട്ട്സ് എടുത്ത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൂട്ട്സിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസ് 1/2 ഗ്ലാസ് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ സ്പ്രൈറ്റ് തന്നെ ബാക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല പതയോട് കൂടിയിട്ടുള്ള നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫ്രൂട്ട് ഷാമ്പയിൻ അപ്പം റെഡിയായി നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും തീർച്ചയായും അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ട അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി ഇനി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.